അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി രക്ഷപ്പെട്ടത് അതിന് പിന്നിൽ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് ഉണ്ട് എന്ന് ഒരു പോസ്റ്റിൽ ഞാൻ കണ്ടു. അതായത് നമ്മുടെ അശ്വന്ത് കോക്ക്, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ല, റിവ്യൂവറാണ്, പുള്ളി കാരണമാണ് നമ്മുടെ അഖിൽ മാരാർ രക്ഷപ്പെട്ടതെന്നാണ് ആ പോസ്റ്റിൽ പറയുന്നത്. അതായത് 2023 ആ ഒരു സമയത്തൊക്കെ ഈ മലയാള സിനിമയെ റിവ്യൂവേഴ്സ് കൊല്ലുന്നു കൊന്നുപോലെ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്യൂ ഉള്ള ഒരു സമയമായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഈ അശ്വന്ത് കോക്കിൻ്റെ ഒരു റിവ്യൂവിൽ താത്വിക അവലോകനം എന്ന് പറയുന്ന സിനിമയെ അശ്വന്ത് കോക്ക് ദയാദാക്ഷിണ്യമില്ലാതെ കൊന്നുകളയുന്നു. അതിൽ ജോർജ് ജോർജൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ സംവിധായകനായിരുന്നു ഈ അഖിൽ മാരാർ. പക്ഷെ അഖിൽ മാരാർക്ക് അപ്പോൾ അത്ര വലിയ റീച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ പുള്ളി അത്യാവശ്യം ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് മലയാള സിനിമയെ നശിപ്പിക്കുന്ന റിവ്യൂവേഴ്സിനൊക്കെ സംബന്ധിച്ചിട്ടൊരു ചാനൽ ചർച്ചയിൽ നമ്മുടെ അഖിൽ മാരാർ താരതമ്യേന തന്നേക്കാൾ എത്രയോ റീച്ചുള്ള കോക്കിനെ അശ്വന്ത് കൊണാർക്ക് എന്ന് വിളിക്കുന്നു. ഇത് ഇഷ്ടപ്പെടാത്ത കോക്കണ്ണൻ നേരെ നമ്മുടെ അഖിൽ മാരാറെ കോട്ടാത്തല അഖിൽ എന്ന് വിളിക്കുന്നു.